അതെനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത. ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനാക്ഷി. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി റോസിന്റെയും ബോച്ചയുടെയും. സ്ത്രീകളെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ഇയാൾക്ക് നല്ലപോലെ അറിയാം. അതേ കൂടി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അധികം ആൾക്കാരും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കുറെ അധികം ഞരമ്പ് രോഗികളുണ്ടല്ലോ. സ്ത്രീകളെ എങ്ങനെയൊക്കെ അപമാനിക്കാം. ഇവരൊക്കെ ഇവന്മാരെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. കാരണം അമ്മ ഏതാ പെങ്ങളേതാ തിരിച്ചറിയാത്ത കുറെ അധികം ഞരമ്പ് രോഗികളാണ് ഇവന്മാര് വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ ശാരീരികമായിട്ട് എങ്ങനെയൊക്കെ അപമാനിക്കുക, ആ രീതിയിലൊക്കെ അപമാനിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു സമൂഹത്തിലൂടെ അടുത്തൊരു ആറ്റം ബോംബാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ബോച്ചെ. ഇവന് ഏത് രീതിയും ഇപ്പം നമുക്കറിയാം, ഒരുപാട് ഇന്റർവ്യൂസിലായാലും സോഷ്യൽ മീഡിയയിലും വീഡിയോസിലും എല്ലാം ഇങ്ങനെ ഇയാൾ വലിയ ഏതുകൊണ്ട് സംഭവമാണെന്നുള്ള രീതിയിൽ ഇയാൾ പറയുന്ന എല്ലാം ഇപ്പൊ നമ്മൾ തമാശയായിട്ട് കരുതി വിടാൻ വേണ്ടിയായിരിക്കും. ഡബിൾ മീനിങ് എങ്ങനെയൊക്കെ സ്ത്രീകളെ ദ്വയാർത്ഥത്തിൽ അപമാനിക്കാം അത് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. പണവും പദവിയും ഉള്ളവന്മാരെല്ലാം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇവന്മാർക്കെതിരെ ഒരു വിരൽ പോലും ചലിക്കാൻ ആരുമില്ലെന്ന് ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം. ഹണി റോസ് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തന്നെ വ്യക്തിപരമായിട്ട് പല ഇടങ്ങളിൽ വെച്ച് പല സോഷ്യൽ മീഡിയസിലും വെച്ച് ഇങ്ങനെ അപമാനിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്. പക്ഷേ ഹണി റോസ് ഇവിടെ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ആരാണ് ചെയ്തതെന്ന് ഹണി റോസ് പരാമർശിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ കാണുന്ന നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് എന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. ഇത് ബോച്ചയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഞാൻ ആ ഒരു പോസ്റ്റ്, എന്താണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാനൊന്ന് വായിക്കാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തമായി മാനസിക വൈകൃതമുള്ളവരെ ഇത്തരം പുലമ്പുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷിയില്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇതായിരുന്നു ഹണി റോസ് കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടൊരു പോസ്റ്റ്. നമുക്ക് ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം, ബോച്ചയിൽ നിന്നാണ് ഇത്ര അപമാനങ്ങൾ ഹണി റോസിന് കിട്ടിയെന്ന്. ഇതിനകത്ത് ഹണി റോസ് ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ബോച്ചയാണെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പരാമർശിക്കണമായിരുന്നു. പേടി ഇപ്പൊ നമുക്ക് ചോദിക്കാം, ഇപ്പൊ കാണുന്നതാണ് നമുക്ക് ചോദിക്കാം, ഭയമാണോ ഇല്ലെങ്കിൽ ബോച്ചയുടെ പേര് ചെറുക്കം ഭയമായതുകൊണ്ടാണോ നമുക്കൊരു ചോദ്യം ഇതിനകത്ത് ഉന്നയിച്ചുകൊണ്ട് വരാം. കാരണം ഇവന്മാരുടെ കയ്യിലൊക്കെ പണമുണ്ട്, പദവിയുണ്ട്, എന്തും കാണിക്കാം എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം ഹണി റോസും ബോച്ചയും തമ്മിൽ തുടങ്ങുന്നത് നമുക്കറിയാം ഒരു ഇനാഗുറേഷൻ വേദിയിൽ വെച്ചാണ്. ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും കാണാം. എനിക്ക് എന്താണ് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. ഈ ഒരു ഇനാഗുറേഷൻ വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് ബോച്ചയിൽ ഈ ഒരു കാര്യം ഉന്നയിക്കുന്നത്. അന്ന് ഹണി റോസ് ചിരിച്ചുകൊണ്ടാണ് ഇതിനെ എടുത്തത്. പക്ഷെ പിന്നീട് പല സ്ഥലങ്ങളിലും പല ഇന്റർവ്യൂവിലും പല സോഷ്യൽ മീഡിയസിലും ഹണി റോസിനെ എങ്ങനെയൊക്കെ അവരെ ശാരീരികമായിട്ട് അപമാനിക്കാം, ദ്വയാർത്ഥത്തിൽ അവരെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, ആ രീതിയിലെല്ലാം ഡബിൾ മീനിങ്ങോട് കൂടി അപമാനിച്ചിരിക്കുന്നു. ഇയാൾ വെറും തെമ്മാടിത്തരമാണ് ഈ കാണിക്കുന്നതെല്ലാം. കാരണം പണം ഉണ്ടായത് കൊണ്ട് എന്തും ചെയ്യാം. ഇയാളെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇയാളെ PR ഒത്തിരി ആൾക്കാരുണ്ട്, അതായത് നന്മ നിറഞ്ഞ ആളാണെന്നുള്ള രീതിയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കറിയാം ആളുകളെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ ആളുകളുടെ വീക്ക്നെസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം ഇവന്മാർക്കൊക്കെ. ഏത് രീതിയിൽ നിന്ന ആൾക്കാരെ കയ്യിലെടുക്കാതെ നന്നായിട്ട് അറിയാം ബോച്ചയെ പോലുള്ള ആൾക്കാർക്ക്. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മളെ എന്തും പറഞ്ഞ് പറ്റിക്കാം. ബോച്ചയുടെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ട് നമുക്കറിയാം. പല തട്ടിപ്പുമായിട്ട് ഇറങ്ങിയത് മനുഷ്യനെ എങ്ങനെയൊക്കെ പറ്റിക്കാം. ഇപ്പൊ നമുക്കറിയാം ഫിജി കാർട്ട് പോലത്തെ പല കാര്യങ്ങളും എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ച് കുടുക്കിലാക്കാന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. പണം ഉണ്ടാക്കുന്നതിൽ പണമാണല്ലോ പ്രശ്നം, പണവും പദവിയും ആണല്ലോ മനുഷ്യരെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ സ്ഥാനത്ത് ഇപ്പൊ ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനാണ് ഹണി റോസിന് എടുത്ത് ഇത്തരം വാദം ഉന്നയിച്ചെങ്കിൽ
ഉറപ്പായിട്ടും ഓൺ ദ സ്പോട്ടിൽ ആ വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്ത് അയാൾ ഏത് ഹോസ്പിറ്റലാണ് ജനിച്ചതെന്ന് വരെ സോഷ്യൽ മീഡിയക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേ. എന്തുകൊണ്ട് ബോച്ചയോട് ഇത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട്, അല്ലെങ്കിൽ കുറെ നാൾ കൊണ്ട് നടക്കുന്ന വിഷയമാണ്. അപ്പൊ ഇത്രയും നാളായിട്ട് ബോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത് വന്നിട്ടില്ല എന്നുള്ളത് കാര്യം നമുക്കറിയാം. ഇയാളുടെ കയ്യിൽ പണമുണ്ട്. സ്വാഭാവികമായിട്ട് പണമുള്ളവന്റെ അടുത്തോട്ടാണല്ലോ മനുഷ്യർ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഹണി റോസിന്റെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഉണ്ട് ഇയാൾക്കെതിരെ പറയുന്നത്. പക്ഷെ ബോച്ചയാണെന്നൊന്നും പറയുന്നില്ല. അതിനകത്തും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അതെനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. ഞാനൊരു 10-20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത്തരം കാര്യമായിട്ട് ഇയാൾ മുൻപോട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഇനിയും സന്ദർഭങ്ങൾ ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇയാൾക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷെ ഇത് ഇപ്പോഴല്ലായിരുന്നു, കുറച്ചുകൂടെ മുൻപേ ചിന്തിക്കണമായിരുന്നു. ഈ വ്യക്തി ആരാണെന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമായിരുന്നു. അതാണല്ലോ സ്ത്രീകൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു വീഴ്ച. ഇനി ജാങ്കോ സ്പേസ് എന്നുള്ളൊരു ഇന്റർവ്യൂവിൽ ബോച്ച പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്ക് കണ്ടുനോക്കാം. വെറും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ നീക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ വേറെ ഇടയ്ക്ക് ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില്, ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. വെറും തെമ്മാടിത്തരമല്ലേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂല് വന്നിട്ട് ബോഡി ഷെയിം, ഇയാൾക്കെതിരെ ഓൺ ദ സ്പോട്ടിന് കേസ് എടുക്കണം. കാരണം കേസ് എടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. ഒരു സ്ത്രീയെ ബോഡി ഷെയിമിങ് ചെയ്യുന്നത്, ഇപ്പം സ്ത്രീ എന്നല്ല, നമ്മൾ ഒരിക്കലും ആരെയും ബോഡി ഷെയിമിങ് ചെയ്യരുത്. ഇയാൾ ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ ശരീരപരമായിട്ട് അപമാനിക്കുന്ന ഇയാളെയൊക്കെയാണല്ലോ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ. ഇയാളെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇയാളെ PR ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നന്മയുള്ളതാണ്. ബോച്ച അത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇയാൾക്കറിയാം എങ്ങനെ ചെയ്താലാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റും. ഇയാൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെ വൈറലാവാൻ പറ്റും. ഇയാൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. ഇനി ഇയാള് മീഡിയയോട് പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു വീഡിയോ ഉണ്ട് നോക്കാം. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടിക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച മറ്റേ ഹോട്ടലിലാണോ, ബോച്ച അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ? ഈ ഒരു കാര്യം തന്നെ നോക്കിയേ, സ്ത്രീകളെ വെടിന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇത്തരമുള്ള ഞരമ്പ് രോഗികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉള്ളത്. സ്ത്രീകളെ എങ്ങനെയൊക്കെ അപമാനിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഇത് കണ്ടണച്ചില്ലെങ്കിൽ അവന് പദവിയുണ്ട്, പണമുണ്ട്, അവൻ എന്തും കാണിക്കാം എന്നുള്ള രീതിയിൽ പേടിച്ച് നിൽക്കുകയല്ല വേണ്ട. ഓൺ ദ സ്പോട്ടിന് ഇവന്മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മറുപടി ചെകിടടിച്ച് ഇവന്മാരെയൊക്കെ പൊട്ടിക്കണം. അന്നേരം ഇവന്റെയൊക്കെ സോക്കേട് തീരും. അല്ലാതെ ഇതെല്ലാം കണ്ട് ഇപ്പം നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താൽ ഒരുപാട് ഡബിൾ മീനിങ്സിന്റെ ട്രോളും അതും എല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉള്ളൂ. ഒരു ലിമിറ്റിനപ്പുറം പോകുമ്പോഴാണ് എല്ലാം ദോഷമാകുന്നത്. ഇയാൾക്ക് കാശിന്റെ അഹങ്കാരം, നെകളിപ്പ്, എന്തും കാണിക്കാം, സ്ത്രീകളെ എന്തും പറയാം, ഏത് രീതിയിലും സംസാരിക്കാം. ഇതൊക്കെ ഇയാളുടെ വിചാരം ഇതൊക്കെ ഏതാണ്ട് വലിയ കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്നെ ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ കാണും.
പക്ഷെ അതൊക്കെ ഇയാടെ വെറും തോന്നലാണ്. കാശ് ഉണ്ടായോണ്ട് കാശിന്റെ പുറകെ പോകുന്നവർ പൊക്കിക്കൊണ്ട് നടക്കും. ബാക്കിയുള്ളവരൊക്കെ പുല്ല് വിലയാണെന്ന് ഇയാൾ മനസ്സിലാക്കണം. ഇയാളൊക്കെ ഇത് ഇവിടം കൊണ്ട് നിർത്തണം. കാരണം നാളെ ഇത് വേറൊരു നടിക്ക് ഉണ്ടാവരുത്. കാരണം ഇവന്റെയൊക്കെ ഇത്തരം വർത്തമാനങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇവന്മാർക്കെതിരെ കേസെടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇവന്മാരൊക്കെ തൊലി ഊരി പോകുന്ന രീതിയിൽ തന്നെ നല്ല മറുപടി കൊടുക്കണം.